ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു ഡേ മൈ ലൈഫും കൊണ്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ കുറേ സമയമായിട്ടാണ് ഇന്ന് അടുക്കളയ്ക്ക് വന്നത്. 7:30 ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് സ്കൂളിൽ ലച്ചു പോകണില്ല. ലച്ചുവിന് പനി മാറിയതിന് ശേഷം ഭയങ്കര ക്ഷീണവും കാര്യമൊക്കെയാണ്. അപ്പോൾ ഇന്നലെ ക്ലാസ്സിൽ പോയിരുന്നു, അതിൻ്റെ ശേഷം തന്നെ ഭയങ്കര ക്ഷീണമാണ്. അപ്പോൾ ഇന്ന് പിന്നെ ഒന്നാമത് നമുക്കൊരു കല്യാണമുണ്ട്. അപ്പോൾ ആ കല്യാണത്തിന് പോകണമെന്ന് വിചാരിച്ചിട്ട് ആണെന്ന് പിന്നെ സ്കൂൾക്ക് പോവാത്ത കേട്ടോ. അപ്പോൾ നമ്മളിന്ന് രാവിലെ ചായൻ്റെ ഒരു കടി എന്ന് പറഞ്ഞാൽ നമുക്ക് ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതൊന്ന് കാണിക്കാം. അപ്പം നമ്മൾ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കലുണ്ടാവില്ലേ? ലച്ചുവിന് ഇതൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ സീയപ്പാണ് വേണ്ടത്. സീയപ്പം എല്ലാ ദിവസവും ആയാലും ശരിയാവില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുക്കറിൽ വിസിൽ ഊരിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ആ വെള്ളം തിളക്കുന്ന സമയമാകുമ്പോഴേക്ക് നമുക്ക് ചിരട്ടപ്പുട്ടിനുള്ള മാവ് റെഡിയാക്കാം കേട്ടോ. ആദ്യം കുറച്ച് ചില്ലിടാൻ മറന്നുപോയി. ആദ്യം കുറച്ച് തേങ്ങ ഇടുക. അതുപോലെ ഇതാ അടിപൊളി ടേസ്റ്റാണ്. പുട്ടാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ആണല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യമൊക്കെ ഉണ്ടാവുക. കണ്ടോ, ഇതുപോലെ അടച്ച് വെച്ചിട്ട് കുക്കറിൻ്റെ വിസിൽ ഊരിയിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതാണ് ഇപ്പം നമ്മളെ എന്താ പറയുക ചിരട്ടപ്പുട്ട് ഉണ്ടാക്കുന്ന രീതി കേട്ടോ. എല്ലാവരും ഉണ്ടാക്കലുണ്ടാവും, എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് പതിവ് പോലെ നമ്മളെ ചായ എണീറ്റ് വന്നാൽ ചായ കുടിക്കാം കേട്ടോ. നല്ല ചായ കേട്ടോ. നമുക്ക് രാവിലെ ചായൻ്റെ ഇപ്പം മധുരമുള്ള എന്തെങ്കിലും ഒരു കടി വേണമെന്നുണ്ടല്ലേ. അപ്പം ഇന്നിപ്പോൾ നമുക്ക് ബിസ്ക്കറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. അതെടുത്തിട്ട് നമ്മൾ ചായ കുടിക്കാം. ആവി പറക്കണ ചിരട്ടപ്പുട്ട് എടുക്കാം കേട്ടോ. വേണ്ടോ, കണ്ടില്ല എല്ലാവരും? ഇതാണ് നമ്മുടെ പുട്ട് കേട്ടോ. വീണ്ടും നമ്മൾ രണ്ടാമത്തേന്
കണ്ടില്ലേ, അടുത്തത് നമ്മൾ ചുടാൻ പോവുകയാണ്. അങ്ങനെ 1 2 ഒരെണ്ണം കൂടെ കേട്ടോ, 3 ഉണ്ടാക്കിയാൽ മതി. വേറെ ആരും ഇല്ലല്ലോ, ലക്ഷ്മി ഞാൻ തന്നെ ഇല്ലല്ലോ. അപ്പോൾ തൽക്കാലം 3 ഉണ്ടാക്കുക. കണ്ടോ, ഇത് നമ്മൾ വീട്ടിലുള്ള ആദ്യത്തെ നമ്മൾ എന്താ പറയുക പൂച്ച പോയതിന് ശേഷം ഇത് നമ്മളെ വീട്ടിൽ വളർത്തണമൊന്നുമല്ല കേട്ടോ. അപ്പോൾ വിറ്റടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ചൂലെടുത്തു മുറ്റടിക്കാൻ വേണ്ടി മുറ്റത്തേക്ക് ഇങ്ങനെ വന്നപ്പോൾ മഴ പെയ്തിട്ടുണ്ട് കേട്ടോ രാത്രി. ലച്ചുവിൻ്റെ ചെരുപ്പൊക്കെ ഇതാകെ കിടക്കുന്നു. അതുപോലെ നല്ല പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഈ പൂവ് ഇടയ്ക്ക് ഉണ്ടാവുമ്പോൾ ഒരു 4-5 ഉണ്ടാവും. അതൊക്കെ കേടായി പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ അതുപോലെ ഇത് ഒരു ദിവസം മഴ കിട്ടിയില്ലെങ്കിൽ അത് ആകെ വാടിപ്പോയി. കണ്ടില്ലേ, ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല കേട്ടോ. എല്ലാം പിന്നെ എന്താ പറയുക, അതിനുള്ള കെയറിങ് കൊടുത്തില്ലെങ്കിൽ പോകുമല്ലോ. ഇതതിൻ്റെ വേറൊരു ലൈറ്റ് ഓറഞ്ചാണ്. പിന്നെ പോലെ കുറച്ച് ചെടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. കണ്ടോ, ഇത് കണ്ടിട്ടോ, മഞ്ഞ കളറിലുള്ള തെച്ചിയാണ് കേട്ടോ. നല്ല ഭംഗിയാണിത് കാണാൻ. അതുപോലെ മല്ലിക ഉണ്ട്, കണ്ടോ. ഇത് നമുക്ക് അയൽക്കൂട്ടത്തുനിന്ന് കിട്ടിയ തൈകളാണ് കേട്ടോ. ഇപ്പോൾ അത് ഉണ്ടായ മല്ലികയാണ്. അത് നമുക്ക് അയൽക്കൂട്ടം വഴി നമുക്ക് മല്ലികത്തൈ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നുള്ള മല്ലികയാണ്. പിന്നെ ഇതിനെന്താ പറയുക, കാക്കപ്പൂ എന്ന് പറയും. പിന്നെ അതുപോലെ എന്താ വേറെ എന്തോ ഒരു പേരുണ്ടല്ലോ അല്ലേ. നല്ല ഭംഗിയാണ്, ഒരുപാട് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാനേ നല്ല ഭംഗിയാണ്. ഇത് കാടായിട്ട് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ 2-3 ഐറ്റംസ് ചെമ്പരത്തിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വെട്ടി. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ ആകെ കാടായിട്ട് കിടക്കും. ഇത് കണ്ടിട്ടുണ്ടോ, ഇങ്ങനെ ഒരു ചെടിയുണ്ട്. ഇത് കണ്ടിട്ടില്ലേ, ഇത് ശരിക്കും എന്താ ഇൻഡോർ പ്ലാന്റ് ആക്കിയൊക്കെ വെക്കാം കേട്ടോ. അതിപ്പം നമുക്ക് പുറത്താണ് വെച്ചിട്ടുള്ളത്. മഴയും വെയിലൊക്കെ ആയി കഴിഞ്ഞാൽ ഇതിന് നല്ല വെയിൽ കൊണ്ട് കഴിഞ്ഞാലും ഇതിന് എന്താണ് പ്രശ്നമാണ്. വെയിൽ തീരെ കിട്ടിയില്ലെങ്കിൽ, സൂര്യപ്രകാശം തീരെ കിട്ടിയില്ലെങ്കിലും പ്രശ്നമാണ്. നമുക്കതാ പറയാം, നമ്മളിവിടെ സിറ്റ് ഔട്ടിൻ്റെ സൈഡിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരുപാട് പ്ലാന്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഒക്കെ പോയി, എല്ലാം നമ്മൾ നോക്കാനല്ല. ഇതിൻ്റെ ഇലക്ക് തന്നെ എന്തോ ഒരു പുഴു അടിച്ചിട്ടേ ഇലക്ക് ആകെ വൃത്തികേടായി പോയിട്ടുണ്ട്. അതുപോലെ ഒരു പ്രത്യേക തരം എന്താ ചേമ്പ് എന്ന് അറിയില്ലേ, അത് ഈ ഓല ഒരുപാട് വലിയതായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വെട്ടിക്കളഞ്ഞതാണ്. പിന്നെ അതുപോലെ കണ്ടോ, ഇതൊരു പ്ലാന്റാണ്. എന്താ പറയുക, ഇതിന് റെഡ് ലിപ്റ്റിക് എന്നോ അങ്ങനെ എന്തോ പേരുണ്ടല്ലേ. അപ്പോൾ ഇതിന് റെഡ് ലിപ്റ്റിക് ആണെങ്കിൽ ഇതിനപ്പോൾ ഗ്രീൻ ലിപ്റ്റിക് ആയിരിക്കും, എന്താ അറിയില്ല. അതേപോലെ ഇത് ഈ പ്ലാന്റ് തന്നെ ഒരുപാട് അങ്ങോട്ട് വളർന്നു കേട്ടോ. പിന്നെ അതിലേറെ പ്രത്യേകത ഉള്ളതെന്താ കണ്ടില്ലേ, കണ്ട മക്കളെ, നമ്മൾ ചിരട്ടപ്പുട്ട് കണ്ടില്ലേ, അടിപൊളി പുട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇടയ്ക്കൊക്കെ ഒരു മാറ്റങ്ങൾ വേണ്ടേ, എന്നും നമ്മൾ ഒരുപോലെ ഉണ്ടാക്കുമ്പോൾ എന്നും വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്താ ലച്ചു എണീറ്റിട്ടില്ല. ലച്ചുവിനെ രാവിലെ തന്നെ എണീപ്പിക്കാൻ നല്ല പാടാണ്.
അങ്ങനെ ഇതാ നമ്മൾ രാവിലത്തെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങുകയാണ് കേട്ടോ. കല്യാണത്തിന് പോകാൻ ഇതാ ലച്ച് മാറ്റി ഒരുങ്ങി. ഇപ്പം ഞങ്ങൾ രണ്ടാളൊന്ന് ഗ്രീനാണ് ഇട്ടണ്. ലച്ചോ പച്ച കളറല്ലേ ഇട്ടണ്? ആ ഇന്നലെ നമ്മൾ കല്യാണത്തിന് പോയപ്പോൾ പച്ച കളറിലായിരുന്നോ? എന്താ പറഞ്ഞത് ലച്ചുവിനെ ഇത് കല്യാണം കഴിഞ്ഞ് വന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ലച്ചുവിൻ്റെ വിചാരത് ഇന്ന് പച്ച കളറല്ലല്ലോ എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ആ കല്യാണത്തിന് പോകാനുള്ള ഡ്രസ്സ് ഞങ്ങൾ രണ്ടാളും ഒരുപോലെ ഇട്ടു. എന്താ അങ്ങനെ ഇതാ വണ്ടിയൊക്കെ കാത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, വീഡിയോ ഇഷ്ടപ്പെട്ട ആൾക്കാർ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പോസിറ്റീവായാലും നെഗറ്റീവായാലും കമൻറ്റ് ചെയ്യണം. പിന്നെ മാത്രമല്ല അതാ ഞങ്ങളിതാ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടേ, പിന്നെ കല്യാണത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി ഞങ്ങൾ ഫാൻസിൽ കയറി അങ്ങനെ ഗിഫ്റ്റുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെ പറയേണ്ട ആരുതാണ് കല്യാണം എന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ. നമ്മൾ ഷോപ്പ് നിൽക്കുന്ന ആ ബിൽഡിങ്ങിൻ്റെ ഓണർ ടീച്ചറാണ്. ടീച്ചറെ മോളെ കല്യാണത്തിനാണ് കേട്ടോ ഞങ്ങൾ പോയത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു, സ്റ്റാഫുകൾ കടയിലുള്ള എല്ലാവരും കൂടുതലുള്ള സ്റ്റാഫുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ടൗണിൽ നിന്നാണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയത്. എന്താ കല്യാണത്തിൻ്റെ തിരക്ക്, നല്ല തിരക്കായിരുന്നു. ആ തിരക്ക് സമയത്തൊക്കെയാണ് എത്തിയത്. ഭക്ഷണം കഴിക്കാൻ പോകാനൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. എൻ്റെ ഇടയിൽ വെച്ച് വീണു, തിരക്കിൽ പെട്ട് അങ്ങനെ എന്താ പറയുക നല്ല തിരക്കായിരുന്നു. പിന്നെ ഓട്ടോ സെക്ഷനൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ലിഫ്റ്റൊക്കെ കൈമാറി അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പോയത് ഇന്ത്യൻ മാളിലേക്ക്. വെച്ച് ഫുഡിന് ഇരിക്കുക അല്ലേ, ഫുഡിന് ഇരിക്കല്ലേ. ഇതൊക്കെ നോക്ക്, ഇതൊക്കെ നോക്ക്. വെച്ചു നോക്ക്, വെച്ചുവിനാകെ ക്ഷീണാണ്. കൈയ്യുടെ തെച്ചു എന്ത് ട്രെൻഡ്സൊക്കെ അതിൽ നല്ല ടോപ്പുകൾ ഉണ്ടാവും. കഴിഞ്ഞതിന് ശേഷം ജയശ്രീ ഓഡിറ്റോറിയത്തിലായിരുന്നു കല്യാണം കേട്ടോ. അപ്പോൾ കല്യാണത്തിൻ്റെ ആ ജയശ്രീ ഓഡിറ്റോറിയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണല്ലോ ഇന്ത്യൻ മോള്. അപ്പോൾ മറ്റൊരൊന്നും ഇതുവരെ കയറിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഞങ്ങളവിടെ ഒന്ന് കയറി ഇറങ്ങാന്ന് പറഞ്ഞാണ്ട് അങ്ങനെ പോയിട്ടോ കുട്ടികളൊക്കെ കൊണ്ട്. അപ്പോൾ അത് അവർ എസ്കുലേറ്ററിൽ കയറി, അതുപോലെ കുട്ടികളൊക്കെ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കളിച്ച് കുറച്ച് സമയം കേട്ടോ, ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ മുകളിൽ കയറിയത്. പിന്നെ അവിടുന്ന് കുറച്ച് സമയമായപ്പോൾ നിങ്ങൾ ഇറങ്ങിപ്പോന്നു അല്ലേ? ലച്ചോ ഇല്ലേ? ലച്ചു ഇറങ്ങിയില്ല, ലച്ചന് ദേഷ്യത്തിലാട്ടോ. ലച്ചന് എല്ലാ സമയത്തും ഉണ്ടാവും. അതവിടെ പൈസ കൊടുത്താൽ ഓണാവുള്ളൂ. പൈസ കൊടുക്കണം എന്നാലേ ഉള്ളൂ. അതിരിക്കാതെ അതിരിക്ക്. കല്യാണത്തിന് പോയ ശേഷങ്ങൾ കേട്ടോ. അപ്പോൾ അത് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യണം അല്ലേ. നല്ല എനിക്ക് വീഡിയോ കല്യാണത്തിന് പോയില്ലേ നമ്മളെന്നെ കുട്ടികൾ ഇന്നത്തെ കാര്യമല്ല പറയണേ. നമ്മൾ വോയിസ് ഓവർ കൊടുക്കല്ലേ ലച്ചോ. നമ്മൾ വീഡിയോ സത്യാവസ്ഥ മാത്രം പറയുന്ന കുട്ടികളുണ്ട് ലച്ചോ കേട്ടോ. കണ്ടില്ലേ, ഞങ്ങൾ ഇന്ന് കല്യാണത്തിന് പോയില്ല. കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. പോയില്ല ഇന്ന് പോയിട്ടില്ല. ഇതൊക്കെ ആരാ കല്യാണത്തിന് പോവാതെ ഈ ഫോട്ടോ കാര്യങ്ങളൊക്കെ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ പറയും.
കമന്റ് ചെയ്യണ്ടേ? സബ്സ്ക്രൈബും ചെയ്യണ്ടേ? ഒന്നും ചെയ്യണ്ട. അന്ന് നിങ്ങളൊന്നും ചെയ്യണ്ട കേട്ടോ. ലച്ചുനൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞത് വേണ്ടല്ലോ. വേഗം വേണമെങ്കിൽ പറഞ്ഞോ, അല്ലെങ്കിൽ ഇപ്പോൾ ലച്ചു ഭയങ്കര ദേഷ്യത്തിലാണ്. ഇനിയിപ്പോൾ അതൊക്കെ ശരിയാവണം എന്നാലേ ഉള്ളൂ. എന്താണ് കാരണം എന്ന് അറിയണ്ടേ? ഫോൺ കൊടുക്കാഞ്ഞിട്ട് അല്ലച്ചു അല്ലച്ചു